പ്രൈസ് ലോർഡ്. ഗോഡ് ഈസ് ലോ ഓൺലൈൻ ഇന്റർനാഷണൽ ഫെലോഷിപ്പിന്റെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഓരോരുത്തരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. നമ്മൾ ഓരോരുത്തരും സന്തോഷം ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, ഞാനൊരു കാര്യം പറയട്ടെ. നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് ഈ ലോകത്തിലുള്ള പണമോ അല്ലെങ്കിൽ സ്ഥാനമോ മാനമോ ഒന്നുമല്ല. കർത്താവിലുള്ള സന്തോഷമാണ് ഏറ്റവും വലുത്. പ്രിയമുള്ളവരെ, വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നമ്മൾ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ അവിടെ 6-ാമത്തെ വാക്ക് ഇപ്രകാരം വായിക്കുകയാണ്: ഒന്നാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു, അവരുടെ മേൽ രണ്ടാം മരണത്തിന് അധികാരമില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ ഒരു ദൈവവചനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്, പ്രിയമുള്ളവരെ, സ്തോത്രം, രണ്ടാം മരണത്തിന് നമ്മുടെ മേൽ അധികാരമില്ല. കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ ഓരോ ദൈവവചനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമുക്ക് സന്തോഷിക്കുവാൻ വകയുണ്ട്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും രോഗങ്ങളിൽ നിന്നും രണ്ടാമത്തെ മരണത്തിൽ നിന്നൊക്കെ കർത്താവ് നമ്മളെ വിടുവിച്ച് സ്തോത്രം, നമ്മളിന്ന് മൺമറഞ്ഞു പോയെന്ന് പറഞ്ഞാലും പുനരുത്ഥാനത്തിന്റെ ശക്തിയോടെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ഉണ്ടെന്നുള്ളതാണ്. കർത്താവ് നമ്മുടെ ഉണ്ടെന്നുള്ളതാണ്. അതിനാണ് തിരുവചനം പറയുന്നത്, ലോകം അവസാനത്തോളം എല്ലാ നാളും നമ്മുടെ കൂടെയുണ്ട്. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, നിങ്ങൾ ആരെങ്കിലും യേശുവിന്റെ സ്നേഹത്തെ അറിയേണ്ട പോലെ അറിഞ്ഞില്ലെങ്കിൽ തീർച്ചയായിട്ടും യേശു നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. യേശുവിന്റെ സ്നേഹം നിങ്ങളെ മാടി വിളിക്കുന്നു. സ്തോത്രം. ഈ ലോകവും അതിന്റെ മോഹം ഒഴിഞ്ഞു പോകും, ദൈവ ഇഷ്ടം ചെയ്യുന്നവരോ എന്നേക്കും നിലനിൽക്കുമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, സ്തോത്രം. വെളിപ്പാട് പുസ്തകം 20:15 ഇപ്രകാരം വായിക്കുകയാണ്: ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കെ തള്ളിയിടും. സ്തോത്രം. പ്രിയമുള്ളവരെ, സ്തോത്രം. നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. സ്തോത്രം. ഹൃദയം കൊണ്ട് ദൈവവുമായിട്ട് ബന്ധമില്ലാത്ത അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. പാടുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാതെ ദൈവ സ്നേഹമില്ലാതെ ആയിത്തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന്. സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ നിത്യ അഗ്നിക്ക് യോഗ്യരായി തീരാതെ വേണം, നമ്മളെ വിളിച്ച വിളിക്ക് ഒത്തവണ്ണം സ്നേഹത്തോടെ ഐക്യതയോടെ ദൈവസ്നേഹത്തിൽ വളരുവാൻ, സന്തോഷത്തോടെ ജീവിക്കുവാൻ, ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ പെട്ടുപോകാതെ പാപത്തിൽ മുങ്ങിപ്പോകാതെ നമുക്ക് നമ്മളെ തന്നെ സൂക്ഷിക്കാം. പ്രിയമുള്ളവരെ, നമ്മുടെ പാപം ക്ഷമിച്ചു തന്നു എന്നുള്ളതാണ് ഒരു ദൈവവചനെ സംബന്ധിച്ച് പറഞ്ഞാൽ സ്തോത്രം ഏറ്റവും വലിയ സന്തോഷം. പാട്ടുകാരൻ ഇപ്രകാരം പാടുകയുണ്ടായി: സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. ആ ദൈവസ്നേഹത്തിന്റെ ആഴം നമുക്ക് മനസ്സിലാക്കുവാൻ എത്ര അളന്നാലും അത് മനസ്സിലാകത്തില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നത് നമ്മൾ സന്തോഷിക്കണമെന്നുള്ള ആഗ്രഹത്തോടെയാണ്. നമ്മൾ ആരും നിത്യതയെ നഷ്ടമാക്കി കളയാതെ കർത്താവിന്റെ രാജ്യത്തിന് വേണ്ടി ഓരോ സെക്കൻഡും ഓടുവാൻ, അനേക പ്രിയപ്പെട്ടവരെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ, ജീവപുസ്തകത്തിൽ അനേക പേരുകൾ എഴുതുവാൻ, അനേകരുടെ പേരുകൾ എഴുതി ചേർക്കുവാൻ നമ്മളാൽ ആവോളം ദൈവം നമുക്ക് തരുന്ന ഓരോ സമയവും ഓരോ മിനിറ്റും ഓരോ സെക്കൻഡും പ്രാധാന്യതയുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ഒരുമിച്ച് സ്തോത്രം അതിനുവേണ്ടി ശ്രമിക്കാം, പ്രാർത്ഥിക്കാം, മുന്നോട്ട് പോകാം. അനേക പ്രിയപ്പെട്ടവരെ നേടിയെടുക്കുവാൻ ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവരെ കർത്താവ് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തോത്രം. ഈ ഗാനത്തിന്റെ ചില വരികൾ നമുക്ക് ശ്രദ്ധിക്കാം. സന്തോഷം കൊണ്ടെന്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. സന്തോഷം കൊണ്ടെന്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. എന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ, എനിക്കെന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചേശുവേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചേശുവേ. സന്തോഷം കൊണ്ടെന്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. സന്തോഷം കൊണ്ടെന്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. ഞാനിനി പാപത്തിൽ വീണു പോകില്ല, ഞാനിനി സത്യവഴിയെ പോകും. ഞാനിനി പാപത്തിൽ വീണു പോകില്ല, ഞാനിനി സത്യവഴിയെ പോകും. ആരുമില്ലാതിരും എന്നെ താതൻ തേടിത്തിരക്കി അടുത്തു വന്നു. ആരുമില്ലാതിരും എന്നെ താതൻ തേടിത്തിരക്കി അടുത്തു വന്നു. എന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ, എനിക്കെന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി
എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചെന്നെ യേശുവേ. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. പാപത്തിൽ മുങ്ങിയ എന്നെ എൻ്റെ യേശു കൈപിടിച്ചെന്നെ വലിച്ചെടുത്തു. പാപത്തിൽ മുങ്ങിയ എന്നെ എൻ്റെ യേശു കൈപിടിച്ചെന്നെ വലിച്ചെടുത്തു. ഇത്രമാം നല്ലൊരു ഭാഗ്യം ലഭിക്കുവാൻ എന്തൊരു യോഗ്യത എന്നിലുള്ളൂ. ഇത്രമാം നല്ലൊരു ഭാഗ്യം ലഭിക്കുവാൻ എന്തൊരു യോഗ്യത എന്നിലുള്ളൂ. എന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ, എനിക്കെന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചെന്നെ യേശുവേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചെന്നെ യേശുവേ. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. ലോകത്തിൻ മോഹങ്ങൾ വിട്ടോടും ഞാൻ, സ്വർഗീയ പാതയിലോടും ഞാൻ. ലോകത്തിൻ മോഹങ്ങൾ വിട്ടോടും ഞാൻ, സ്വർഗീയ പാതയിലോടും ഞാൻ. ഈഹത്തിലുള്ള ഈ സുഖം വേണ്ട, ആ നിത്യ വീടു മതി എനിക്ക്. ഈഹത്തിലുള്ള ഈ സുഖം വേണ്ട, ആ നിത്യ വീടു മതി എനിക്ക്. എന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ, എനിക്കെന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചെന്നെ യേശുവേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചെന്നെ യേശുവേ. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. എന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ, എനിക്കെന്തൊരു ഭാഗ്യമേ, എന്തു മനോഹരമേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചെന്നെ യേശുവേ. എന്തു പറഞ്ഞു ഞാൻ നന്ദി പറഞ്ഞിടും എന്നെയും സ്നേഹിച്ചെന്നെ യേശുവേ. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം. സന്തോഷം കൊണ്ടെൻ്റെ കണ്ണു നിറയുന്നേ, എന്തു മനോഹരം ദൈവസ്നേഹം.